മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിരെ കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. മൃദുലങ്ങളിൽ മൃദുലം വെണ്ണയാണ്. എന്നാൽ വെണ്ണ ഉരുകണമെങ്കിൽ സ്വയം ചൂടേൽക്കണം. സജ്ജനങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് അവരിന് ചൂടേൽക്കുമ്പോഴേ ഉരുകുന്നതാണ്. ഒരു കഥ പറയട്ടെ. ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ മകളോട് മുറ്റത്തെ പുല്ല് വെട്ടുന്നതിന് ഒരു നല്ല തുക വാഗ്ദാനം ചെയ്തു. അവൾ ഉത്സാഹത്തോടെ ആ പുൽവെട്ടി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പുല്ല് വെട്ടാൻ ആരംഭിച്ചു. അന്ന് മുഴുവൻ അവൾ അധ്വാനിച്ചു. ആ പുൽമൈതാനം മുഴുവൻ അവൾ വൃത്തിയാക്കി ഭംഗിയാക്കി വെട്ടി. അപ്പോൾ തൻ്റെ പിതാവ് അവളുടെ ജോലി പരിശോധിക്കാൻ എത്തിയപ്പോൾ ഒരു കുറച്ച് സ്ഥലത്ത്, ഈ മൈതാനത്തിന്റെ ഒരു മൂലയിൽ അല്പം സ്ഥലം മാത്രം വെട്ടിയിട്ടില്ല. പിതാവ് അവളോട് പറഞ്ഞു, ആ ഭാഗം കൂടി വെട്ടിയാൽ മാത്രമേ പണം തരാൻ പറ്റൂ, ഞാൻ നിനക്ക് വാഗ്ദാനം നൽകിയ പണം തരാൻ പറ്റൂ. അവൾ വിട്ടില്ല എന്ന് ശാഠ്യം പിടിച്ചു. പണം കിട്ടിയില്ലെങ്കിലും വേണ്ട, ഒരു ദിവസം എന്റെ അധ്വാനം വെറുതെ ആയാലും വേണ്ടില്ല, ആ ഭാഗം ഞാൻ വെട്ടില്ല എന്ന് വാശി പിടിച്ചു. അപ്പോൾ പിതാവിന് കൗതുകം തോന്നി. എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടി ഇത് വെട്ടാത്തത്? അയാൾ ആ വെട്ടാതിട്ട ഒഴിഞ്ഞ ചെറിയ ഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ മനസ്സിലായി, അതിനകത്തൊരു തവള മുട്ടയിട്ടുണ്ടായിരുന്നു. ആ തവള മുട്ടയുടെ മുകളിലൂടെ തന്റെ പുൽവെട്ടി യന്ത്രം ഓടിക്കുവാൻ ആ കുഞ്ഞിന് കഴിയാത്തത് കൊണ്ടാണ് തൻ്റെ കൂലി വേണ്ട എന്നവൾ തീരുമാനിച്ചത്. ആ പിതാവ് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ മനോഹരമായ ഒരു ചുംബനം നൽകി. പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, താൽക്കാലിക ലാഭത്തിനു വേണ്ടി സഹോദരനെയും സുഹൃത്തിനെയും ഒക്കെ വഞ്ചിക്കാനും ചതിക്കാനും മടിയില്ലാത്ത ഈ ലോകത്ത് അത്തരമുള്ള കഥകളാൽ സമ്പന്നമായ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. അവരുടെ സ്നേഹവും വിഷമവും വേദനയും മനസ്സിലാക്കുവാനും അതിനോട് സഹതപിക്കുവാനും ആദീനം നിക്ഷേപമായി തീരും
നിഷ്പ്രഭമാക്കി തിരുമുറിവിനാഴമറിഞ്ഞു അവനൊപ്പം പോയി മരിക്കാൻ അലറുന്നോരലകളേടെ പുലയാത്തൊരു ജീവിതലോകം മലയാളക്കരയുടെ മണ്ണിൽ നലമാതൊരു സുവിശേഷവുമായി അത്തിന്തോ ദേദാരോദക തിത്തിന്തോ ദേദാരോദക അത്തിന്തോ ദേദാരോദക തിത്തിന്തോ ദേദാരോ അത്തിന്തോ ദേദാരോദക തിത്തിന്തോ ദേദാരോദക അത്തിന്തോ ദേദാരോദക തിത്തിന്തോ ദേദാരോ. നന്നായി. ഇത് നമ്മുടെ 15 വർഷം മുന്നത്തെ സാധനല്ലേ? എന്നാൽ ഈ പുതിയ ഈശ്വര വിളിക്കുത്തരമേകാൻ വെളിപ്പാടകലെ കർമ്മലീത്ത മാതൃസഭ. മക്കളെ കൂടുതലൊന്നുമില്ല. കർമ്മലീത്ത സഭയെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ? ഈ ഏപ്രിൽ മാസം 20, 21, 22 തീയതികളിൽ കോതമംഗലത്തിനടുത്ത് കറകടം കാർമൽ നിവാസ് മൈനസ് സെമിനാരി വെച്ച് ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്. ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവില്ല. നമ്മുടെ ശരിയാവും അറിയാൻ പാടില്ല, എന്നാലും വൈബായിരിക്കും. ചുമ്മാ വാടാ മക്കളെ. ആകാശത്തൂടങ്ങ് പറക്കാം ഹൈടെക്കിൽ ജാലമായി അച്ഛൻ ബോംബേറുമായി വിക്കൽ മീറാതിൽ നാം കൂതി കൂതിക്കാം അണ്ടർവേൾഡായാലും അച്ഛൻ പോഷായാലും അറ്റാക്കിൽ നമ്മൾ തകർക്കും പിന്നാടെന്നായാലും സദ്ദാമായാലും കയ്യോടെ നമ്മൾ ജീവിക്കും बोलो बोल मेरा भाई विश यू गुड लक
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇവരാണ് ഈ ഫോട്ടോയിലുള്ള നടുവിൽ നിൽക്കുന്ന 2 പേരാണ് എൻ്റെ പെൺമക്കൾ. 2 സൈഡിലായിട്ട് നിൽക്കുന്നവർ എൻ്റെ 2 പെൺമക്കളുടെ ഭർത്താക്കന്മാർ, എൻ്റെ മരുമക്കൾ. ജിതിൻ ജേക്കബ് രണ്ടാമത്തെ മരുമകൻ, മൂത്ത മരുമകൻ ബ്രൂസ് പള്ളിക്കുന്ന്. നടുവിൽ നിൽക്കുന്നത് മൂത്ത മോൾ മരിയ, രണ്ടാമത്തെ മോൾ മെർലീന. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കുന്നു.